കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP ചരിത്രത്തിലാദ്യമായി 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു എന്നത് ഒരു ആഘോഷമാക്കി മാറ്റാനാണ് BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടുന്നവർ ശ്രമിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് BJPക്ക് പാലക്കാട്ടും മഞ്ചേശ്വരത്തും കാസർഗോഡും മാത്രമല്ല, അവിശ്വസനീയമായ തരത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അവർക്കുണ്ടായ തിരിച്ചടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ സുരേഷ് ഗോപി തൃശ്ശൂരിനെ അങ്ങ് എടുത്തത് 4,12,338 വോട്ടിനായിരുന്നു. അന്ന് 2ാം സ്ഥാനത്തെത്തിയ ശ്രീ VS സുനിൽകുമാറിന് 74,686 വോട്ടുകൾ കുറച്ചു മാത്രമാണ് ലഭിച്ചത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ള തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്വഭാവം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴിച്ചുള്ള മറ്റ് 6 നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. എന്നാൽ നിലവിലുള്ള അവസ്ഥ പരിശോധിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള തകർച്ച BJP തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ 7 ഇടങ്ങളിലും ഇന്ന് നേരിടുന്നത്. ഉദാഹരണമായി ഒല്ലൂർ നിയമസഭാ മണ്ഡലം എടുക്കുമ്പോൾ ശ്രീ സുരേഷ് ഗോപിക്ക് അവിടെ 58,996 വോട്ടുകൾ 2024 നേടാൻ കഴിഞ്ഞ സ്ഥാനത്ത് ഇന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞത് 19,737 വോട്ടുകൾ മാത്രമാണ്. വോട്ടിൽ സംഭവിച്ച ചോർച്ച 39,259 വരും. തൃശ്ശൂർ എടുത്ത് പരിശോധിച്ചാൽ 55,000 ശിഷ്ടം വോട്ടുകൾക്ക് 1ാം സ്ഥാനം നേടിയ സുരേഷ് ഗോപിയുടെ പാർട്ടിക്ക് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 26,395 വോട്ടുകളാണ്. അവർക്ക് ലഭിച്ചത് വെറും 22,662 വോട്ടുകൾ. നാട്ടിക പോലെയുള്ള ഇടങ്ങളിൽ പോലും സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് എത്തിയത് 66,854 വോട്ടുകൾ കൊണ്ടാണെങ്കിൽ ഇന്ന് അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് CC മൂന്നനെ പോലെ CPയുടെ തൊട്ടു മുമ്പത്തെ MLA ആയ ഒരാളെ ചാക്കിൽ കയറ്റി ഇറക്കിയിട്ട് പോലും അയാൾക്ക് 21,638 വോട്ടുകൾ കുറച്ച് 45,216 വോട്ടുകൾ നേടി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത് പുതുക്കാട്ടും ഇരിഞ്ഞാലക്കുടയിലും മണലൂരും ഒക്കെ ബാധകമായി. നോക്കൂ, മണലൂരിൽ BJPക്കുണ്ടായ തകർച്ച ഏതാണ്ട് 23,071 വോട്ടുകൾക്കാണ്. നിലവിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിലും കൂടി BJPക്ക് കുറഞ്ഞുപോയ വോട്ടുകൾ നഷ്ടപ്പെട്ടത് 1,93,343 വോട്ടുകളാണ്. ഇപ്പോൾ അവരുടെ കൈവശം 2,11,900 വോട്ടുകളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ BJP തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇന്ന് 3 നാളെ 30 പിന്നീടെല്ലാം എന്നൊക്കെയുള്ള വാചാടോപങ്ങൾ ഇറക്കിവിടുന്ന BJPയുടെ നേതാക്കന്മാരെ നിങ്ങൾ ഓർക്കുക. തൃശ്ശൂരിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് ആകെ ലഭിച്ച വോട്ടിൻ്റെ ഏകദേശം 40% നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ മലയാളികൾ വിജയിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങളെ വിജയിപ്പിച്ച അതേ ആളുകൾക്ക് തന്നെയാണ് എന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമാണ്.